നമ ശിവായ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം ചേർത്ത് പറയണം. തിരുനാവായ ക്ഷേത്രത്തില് ശരിക്കും തിരുനാവായ ക്ഷേത്രത്തില് മൂവർ ശക്തി, അത് നമ്മള് ട്രയോ എന്ന് പറയുന്നത്, ശരിക്കും ട്രയോ ശക്തി എവിടെയാണ് ജോയിൻ ചെയ്ത് നിൽക്കുന്നത് ഇതറിയണം നമ്മള്. ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ക്വാളിറ്റി ഉള്ളൂ. അത് ശരിക്കും നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഈ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ നമുക്കത് കിട്ടും കൃത്യമായിട്ട്. എനിക്ക് ഭാരതപ്പുഴയിലാണ് വന്ന് നിൽക്കുന്നത്. ശരിക്കും നിൽക്കുന്നത് അപ്പുറത്ത് തവനൂര് നിൽക്കുന്ന ബ്രഹ്മക്ഷേത്രത്തിന്റെ ഇപ്പുറത്താണ് ഈ 3 ശക്തികൾ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മള് തിരുനാവായ ബലി ഇടുന്ന സമയം അവിടെ പോയിട്ട് നമ്മള് ശരിക്കും ബ്രഹ്മക്ഷേത്രത്തിലും അവിടെ ചെറുതിരുനാവായ ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലും കടന്നതിന് ശേഷം ഇവിടെ ഈ എപ്പി സെന്ററിൽ നിന്നാൽ മാത്രമാണ് അവിടെ പോയ ഈ 3 ശക്തി ഒരുമിച്ച് കിട്ടുള്ളൂ. പക്ഷെ അത് കിട്ടാതെ വെറുതെ നമ്മൾ പോയിട്ട് തിരുനാവായം മാത്രം പോയിട്ട് ബലിയിട്ട് വരുന്ന ആളുകളുണ്ട്. ഞാൻ പറയാം ഒരു കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ ബലിയിടുന്നതും അവിടെ തിരുനാവായ പോയി ബലിയിടുന്നതും ഒരുപോലെയാണ്. അതിന്റെ സെന്റർ എവിടെയാണ് അവിടെ പോയി ഇടണം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ സ്പിരിച്വലാണ് മുഴുവൻ പറയുന്നത്. ശരിക്കും ക്ഷേത്രത്തില് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കറിയാം നമ്മുടെ ഇടത്തോട്ട് ചേർന്നിട്ടാണ് വരുന്നത്. ഫോഴ്സ് മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മേൽപ്പത്തൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടത്തോട്ട് ചേർന്നത്. എന്നാൽ നമ്മൾ രാമക്ഷേത്രത്തിൽ പോയി നേരെ തിരിച്ചാണ് വലത്തോട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ ആലത്തൂർ മിക്ക രാമക്ഷേത്രം അത് ആ പൂജാതി വിധികൾ രാമനോട് ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് അങ്ങോട്ട് തന്നെ പോകും. അതുപോലെ തന്നെ നമുക്ക് ആലത്തൂർ ഹനുമാന്റെ ഫോഴ്സ് നിൽക്കുന്നത് വലത്തോട്ടാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇടത്തോട്ട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. വലത്തോട്ട് ചേർന്ന് തന്നെ പ്രാർത്ഥിക്കണം. ഇതൊന്നും ശരിക്കും കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ഈ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി ചേഞ്ച് ആണ്. അതായത് നമുക്ക് റീസൺസ് ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ച്, അതായത് അതിന്റെ ഡെൻസിറ്റി ഫ്രീക്വൻസി ക്യാരക്ടർ അനുസരിച്ച് ഈ ഫോഴ്സ് തിരിഞ്ഞോണ്ടിരിക്കും. അതായത് റൈറ്റ് ലെഫ്റ്റ് സെന്ററിൽ നിന്ന് ചെറുതായിട്ട് കർവ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ശരിക്കും അവിടെ നിർബന്ധമായിട്ട് ഒരു ഭക്തൻ പോകേണ്ട ഒരു സ്ഥലം കൂടി. അതൊന്ന് ബ്രഹ്മക്ഷേത്രമാണ്. കാരണം ഒരു ക്ഷേത്രത്തില് സാധാരണ നമ്മുടെ കൃഷ്ണക്ഷേത്രത്തിലായാലും ഇതിന് ഫ്രീക്വൻസി തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞിട്ടൊക്കെ കടന്നു പോകുന്നുള്ളൂ. പുഴ പോലെ ഒഴുകുക. ഞങ്ങൾ ഒരിക്കലും നിറഞ്ഞു നിൽക്കുന്നല്ല പറയുന്നത്, പുഴ പോലെ ഒഴുകി പോവാണ്. പക്ഷെ ഈ ബ്രഹ്മക്ഷേത്രത്തിൽ 270 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ റൈറ്റ് തിരിഞ്ഞ് സ്പന്ദിക്കും. സ്പന്ദനം ഉണ്ടാവുന്നത് അത് ചതുർമുഖനാണ് അവിടെ. അപ്പൊ ഒരു ഭാഗത്തേക്ക് സ്പന്ദിക്കുക ചെയ്യുന്നത്. അതായത് ഒരു സ്പന്ദനം വരുന്നു. അത് പക്ഷെ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശരിക്കും. പക്ഷെ അത് ഇപ്പോഴും നവോത്ഥാനം അതുപോലെ കാര്യങ്ങൾ നടക്കാതെ എടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പൊ വലതു ഭാഗത്തേക്ക് സ്പന്ദനം ഇത് കഴിഞ്ഞതിന് ശേഷം സെന്റർ സ്പന്ദിക്കുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് തിരിയുന്നുണ്ട്. 270 ഡിഗ്രി നമുക്ക് അനുഭവം ആവുന്നത്. ആ 270 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു അമ്പലവും കൃത്യമായിട്ട് പറഞ്ഞൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. ബ്രഹ്മക്ഷേത്രത്തിലാണ്. അപ്പൊ ശരിക്കും കൃത്യമായി പറഞ്ഞാൽ തിരുനാവായ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് പോകേണ്ട ക്ഷേത്രവും അതുപോലെ ഈ 3 ശക്തികളുടെ അക്ഷരശക്തിദാനം കൃത്യമായിട്ട് പിൻ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ സാധാരണഗതിയിൽ ഇതൊന്നും പഠിക്കാത്ത ഒരാളായാൽ പോലും ഇതിന് കൃത്യമായുള്ള ആ മർമ്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർ വളരെയധികം എക്സൈറ്റഡ് ആവും. വളരെയധികം അവർക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നുന്ന രീതികൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ട്രാൻസ്പേഴ്സൺ വിഷയത്തിലാണ് ഈ ദേവതകളുടെ ഫ്രീക്വൻസി അത് ആർക്ക് എഫക്ട് ചെയ്യണം, എവിടേക്ക് പോകുന്നു. ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് പഠിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമാണ് ഗണപതി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അതിന്റെ ഈ ഗണപതി എങ്ങനെയാണ് രൂപത്തിൽ വരുന്നതൊക്കെ ഞങ്ങൾക്ക് ട്രാൻസ്പേഴ്സണിൽ വേറെ വിഷയം ഉണ്ട് കേട്ടോ, കഥകളിലല്ല. കൃത്യമായിട്ട് അതിന് സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഗണപതി ആ ഗണപതി എന്ന് പറയുന്ന ആ ഒരു ഊർജം നമ്മളിൽ എന്തിനാണ്, നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് തരുന്നത്, ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? താങ്കളോട് ചോദിക്കുന്നത്. ഗണപതി വിഘ്നേശ്വരനാണ്. എല്ലാ വിഘ്നങ്ങളും മാറ്റുന്ന ഒരു ദേവതയാണ്. നമുക്ക് എങ്ങനെ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും? അതായത് കുറച്ചു പേർക്ക് റിസൾട്ട്സ് ഉണ്ടാവും, നമുക്ക് അതല്ല, അത് കൃത്യമായിട്ട് സയൻസ് ആയിട്ട് പറഞ്ഞുതരണം. ഗണപതി എന്ന് വെച്ചാൽ നമ്മുടെ ഇനിഷ്യൽ വൈബ്രേഷൻ ആണെന്നുള്ളതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൈബ്രേഷൻ ആണെന്നുള്ളത് കുണ്ടലിനി എന്ന് പറയുന്നുണ്ട്. മൂലാധാരത്തിന്റെ ഇത് പറയുന്നുണ്ട്. പിന്നെ നമ്മള് എല്ലാ ദിവസവും നമ്മള് ഒരു നോർമൽ മനുഷ്യന് 21,600 ശ്വാസം എടുക്കുന്നു പറയുന്നത്. അതിൽ ആദ്യത്തെ ശ്വാസം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടഡ് ഗണപതി എന്ന് പറയുന്നു. പിന്നെ ഓംകാരത്തിന്റെ പുറടാണെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ബുദ്ധിയെ ഇതാക്കുന്നതാണെന്ന് പറയുന്നത്. ഇങ്ങനെ കുറെ, പക്ഷെ പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എലിയെ വാഹനമായിട്ട് കൊടുത്തത്, വളരെ വൈബ്രന്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഗണപതി ദേവതയുള്ള ക്ഷേത്രത്തില് ഈ ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ നിറഞ്ഞു നിൽക്കല പുഴ പോലെ ഒഴുകുക എന്ന് പറയും. അപ്പൊ ഈ പുഴ പോലെ ഒഴുകുന്ന ഈ ഫോഴ്സ്
എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നുണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എവിടം വരെ എത്തുന്നുണ്ടെന്നുള്ളതും അത് റിലീസ് ആവുന്ന ഇതും ഉണ്ട് ഇതിന്. ഈ പോകുന്ന ഭാഗത്ത് എത്ര വീടുകളിലൂടെ കടന്നു പോകുന്നു നോക്കുന്നു. അവർ 10 വീട്ടിലാണ് പോകുന്നത്, ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10 വീടിലൂടെ കടന്നു പോകുന്നത്. ഈ 10 വീട്ടിലെ ആളുകളുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അവർക്ക് വന്നിട്ടുള്ളത് നമ്മൾ പരിശോധിക്കുന്നു, അത് മുഴുവൻ ചാർട്ട് ചെയ്യുന്നു. വേറെയും ഒരു ക്ഷേത്രത്തില് ഗണപതി ഉണ്ടായിരിക്കും, അവിടെയും പോയിട്ട് ഇതുപോലെ ചാർട്ട് ചെയ്യുന്നു. അങ്ങനെ 100, 200, 300 കുടുംബങ്ങളെ നമ്മൾ എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു 95% ഏത് ക്വാളിറ്റിയാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുന്നു. ആ ക്വാളിറ്റി ആയിരിക്കും ഗണപതി നമുക്ക് പ്രദാനം ചെയ്യുന്ന ക്വാളിറ്റി. അതാണ് നമ്മൾ ഇത് കുറച്ചുകൂടി സയൻസിലേക്ക് കിടക്കുന്ന വിഭാഗം. ഇനി വേറൊരു ചോദ്യം, ഈ വൈബ്രേഷൻ വരയ്ക്കാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുമോ? അതാണ് ചോദ്യം വരുന്നത്. കൃത്യമായിട്ട് ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഈ ഗണപതി വൈബ്രേഷൻ നമുക്ക് സ്വയം മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗണപതി നമ്മൾ പറഞ്ഞ വിഘ്നേശ്വരനാണെങ്കിൽ നിങ്ങൾ ഈ വൈബ്രേഷൻ നിങ്ങൾക്ക് സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ക്വാളിറ്റി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ പോകാതെ തന്നെ ഈവൻ നമുക്ക് വീട്ടിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഈ വൈബ്രേഷൻ ജനിക്കുന്ന ഈ വൈബ്രേഷൻസിന്. അപ്പൊ ഈ വൈബ്രേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇത്തരം വൈബ്രേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്രീക്വൻസി എന്താണെന്ന് പറയണം. അതിനുശേഷം ഈ വൈബ്രേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കണം. ഇതൊക്കെ ട്രാൻസ്പേഴ്സണൽ ഫീൽഡാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പഠിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചോളം, അതായത് ഇതൊക്കെ ഇത്രയും ഹൈ ലെവലിൽ പഠിക്കാന്നുള്ള രീതിക്ക് വരുന്ന ആളുകളെ മാത്രം നമുക്ക് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരു വ്യക്തി വരികയാണ്, ആൾക്കാർ എനിക്ക് തടസ്സങ്ങളുണ്ട്, എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അയാൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ഈ വൈബ്രേഷൻ എങ്ങനെ നമുക്ക് ജനിപ്പിക്കാം എന്നുള്ളത് അയാളെ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി പഠിപ്പിക്കണം. അപ്പൊ അയാൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യം റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ വൈബ്രേഷൻ അയാൾ ജനിപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അയാൾ ഈ പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടും. അതുപോലെ നമ്മളുടെ മനുഷ്യന്റെ നീഡ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ധനം, അങ്ങനെ കുറച്ച് നീഡ്സ് ഉണ്ട്. ഈ നീഡ്സ് ഉള്ള വൈബ്രേഷൻസ് നമുക്ക് ജനിപ്പിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് മെത്തേഡിൽ ഈ ഇത്തരം വിഷയങ്ങൾ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് മതം പോലും വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും നമുക്ക് ഈ വൈബ്രേഷൻസ് ജനിപ്പിക്കാൻ പറ്റും. അതൊക്കെ ഈ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ വരുന്നതാണ്. ഇപ്പൊ യോഗേനെ കുറിച്ച് പറയുന്നത്, യോഗ എവിടെ ഇരുന്ന് ചെയ്യണം? അപ്പൊ നെഗറ്റീവ് പോസിറ്റീവിലാ പറയുന്നത്. ഇതുപോലെ വൈബ്രേഷൻസ് വർക്ക് ചെയ്യുന്നില്ല. ചില വൈബ്രേഷൻസ് ഇരുന്ന് നമ്മൾ യോഗ വർക്ക് ചെയ്യണമെങ്കിൽ യാതൊരു ഗുണവുമില്ല. അപ്പൊ നമ്മൾ തന്നെ തിരിച്ചറിയണം, ഈ പറയുന്ന പ്രദേശത്തെ വൈബ്രേഷൻ എനിക്ക് അനുകൂലമല്ല, എവിടെയാണ് നമുക്ക് അനുകൂലം അവിടെയാണ് യോഗ നമുക്ക് ചെയ്യേണ്ടത്. യോഗയിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചക്രാസിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ ചക്രാസിലേക്ക് കിടക്കുന്ന വ്യക്തിയല്ല, കാരണം ഇത് സയന്റിഫിക് വിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ചില വൈബ്രേഷൻസിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ഓൺ വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷനിൽ വൈറ്റൽ എനർജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള ചീ ശക്തിയോ കീ ശക്തിയോ നമുക്ക് എനർജീസ്, ഈ എനർജീസ് നമുക്ക് ഓരോ യോഗയുടെ ആസനസിലായാലും പല കാര്യങ്ങളിലേക്കായാലും ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, നമുക്ക് സയന്റിഫിക് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് അതിനെ കുറിച്ച് നല്ല നോളജും വേണം. ഇതൊക്കെ നടക്കുന്നത് ഈ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ യോഗ ഒരു വിഷയമായിട്ട് എടുത്ത് അവർ ചെയ്തത്. പക്ഷെ ആ വിഷയത്തിന്റെ അത്രയും ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയ്ക്ക് ഇന്ത്യയിൽ എത്തിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ പുറകിലാണ് എന്നൊരു വാക്ക് എടുത്ത് പറഞ്ഞത് ആ ഒരു വിഷയത്തിലാണ്. ഇവിടെ ഓൾറെഡി ഇതെല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കാരണം ഒരു ഗോൾഡ് മൈനിന്റെ മുകളിൽ ഒരു ബഗർ ഇരിക്കും പോലെയാണ്. അപ്പൊ ബഗർ ഇരുന്നിട്ട് അവസാനം അയാൾ മരിച്ചു പോകുന്നു, പക്ഷേ അയാൾ ഒരിക്കലും ഡിഗ് ചെയ്ത് നോക്കുന്നില്ല. അപ്പൊ അതാണ് കുഴപ്പം. അതിന് നമ്മുടെ യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഒരു പ്രധാനമായിട്ട് കാരണം ഉണ്ടായത്. അതിനു മുമ്പ് നമ്മളെല്ലാത്തിലും അഗ്രഗണ്യരായിരുന്നു. കാരണം നമ്മുടെ ഒരു ചരിത്രം പറയുമ്പോഴേ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മഹാഭാരതം എഴുതപ്പെട്ടത് ഒരു 10,000 BC ആണെന്നൊക്കെ ഇപ്പൊ ഏതാണ്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 5000 വർഷത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പൊ ഈ 10,000 വർഷം എന്ന് പറയുമ്പോഴേ അപ്പൊ ഞാൻ ചിന്തിക്കുന്ന കാര്യം, മഹാഭാരതത്തിലെ രാജാക്കന്മാർ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളും കിരീടവും ധരിച്ചു. അപ്പൊ അവർക്ക് മെറ്റലർജി അറിയാമായിരുന്നു. അതിനു മുമ്പ് രാമായണത്തിലും ഇതുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ നോളജ് എല്ലാം നമ്മളെല്ലാം ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ്, കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വന്ന് നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഈ പുറത്തുള്ള പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ഭൗതികതയിലേക്ക് മുഴുകുന്നു, ആത്മീയതയിലേക്ക് നമ്മൾ മുഴുകുന്നുണ്ട്. അതാണ് നമുക്ക് ഭൗതികതയിൽ മുഴുകുന്നതെന്ന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ ആത്മീയതയിലുള്ള കാര്യങ്ങളെ ഭൗതികതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഗണപതിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ആൾക്കാരെ ഒരു നമ്മൾക്ക് ഒരു പരിഹാസ ഗണപതി പൂജ ചെയ്ത പാപമാണ് പറയുന്നുണ്ട്. അത് അതായത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആനത്തലയും മിത്താണ്, പക്ഷെ സത്യത്തിൽ അതിന്റെ കണ്ടന്റ് ഉണ്ട്. ഞാൻ താങ്കളോട് പറയുന്നത്, ഇപ്പൊ താങ്കൾ ഇപ്പൊ ഇവിടെ നിന്ന് വരുന്ന ഈ വൈബ്രേഷൻസ് ഉണ്ട്, ഏതിപ്പോ ഒരു ദേവതയുടെ വൈബ്രേഷൻ വിചാരിക്കും, ഞാൻ താങ്കളെ അതിന്റെ അക്ഷരസ്ഥാനത്ത് ശക്തി സ്ഥാനത്ത് നിർത്താണെന്ന് ചോദിക്കും. താങ്കൾക്ക് അറിയില്ല എന്ത് വൈബ്രേഷൻ ആണ്, ഏത് ദേവത എന്ന് അറിയില്ല. പക്ഷെ കുറച്ച് സമയം താങ്കൾ ആ അക്ഷരശക്തി സ്ഥാനത്ത് നിന്നാൽ താങ്കൾ പറയും
ഞാൻ ഇന്ന ഒരു പിക്ചറാണ് വന്നത്, എനിക്കിത് എന്തോ സംഭവം മനസ്സിലായി, ഇത് ഗണപതി അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ ചോദ്യമാണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ കാണുന്നത്, അതായത് നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങള് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് ദൃശ്യം ഒരു ഭാഗത്ത് എത്തി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഇലക്ട്രിക് പൾസസ് ആയിട്ടാണ് ബ്രെയിനിൽ എത്തുന്നത്. പൾസ് എത്തുമ്പോൾ അതൊരു വൈബ്രേഷൻ ആണ്. ഈ പറയുന്ന അക്ഷരശക്തി ഒരു വൈബ്രേഷൻ വർക്ക് ചെയ്യും. അതിപ്പോ കണ്ണിയോടെ കടക്കുന്നില്ല, പൊതുവെ നമ്മുടെ ബ്രെയിനിലേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ആനയെ കണ്ട് എങ്ങനെ തിരിച്ചറിയും, ആനയാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ആന പോകുമ്പോൾ ആരെങ്കിലും നമ്മളോട് പറയും ഇതാണ് ആന. ഈ പറയുന്ന ഈ ആനയുടെ ആ ചിത്രം കണ്ണിൽ വീണ് അതിൽ നിന്ന് ഇലക്ട്രിക് പൾസ് അവിടെ പോയിട്ടുണ്ട്, നിങ്ങൾക്കൊരു അറിവും കിട്ടി ഇത് ആനയാണെന്ന്. എപ്പോൾ ഈ പൾസ് വർക്ക് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ആനയാണെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന മാഗ്നറ്റിക് വേവ്സിൽ വരുന്ന പൾസില് ഈ ആനയോട് സാമ്യമുള്ള ഒരു വേവ് വർക്ക് ചെയ്യുന്നുണ്ടൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് കിട്ടും? കുറച്ച് ധ്യാനിച്ചാൽ ബ്രെയിൻ പറയും ഒരു ആനയുടെ രൂപം വരുന്നുണ്ട് എന്ന് വരും. നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ചിത്രം തരും. ഈ ചിത്രത്തെ നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എന്ത് ചെറിയ ചിത്രമാണെങ്കിലും അതിനെ പൂർത്തീകരിക്കാനുള്ള ശ്രമം ബ്രെയിൻ ഉണ്ട്. അതായത് ഗാന്ധിയുടെ കണ്ണട നമ്മൾ കാണിച്ചു കൊടുത്ത ഗാന്ധിയാണെന്ന് പറയുന്ന പോലെ. അപ്പൊ ഉടൻ തന്നെ എന്ത് ചെയ്തു നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? അത് ആനത്തലയുള്ള നമ്മൾ മനുഷ്യ ശരീരമുള്ള ഒരു ദേവതയായിട്ട് നമ്മൾ സങ്കല്പിച്ചെടുക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സങ്കല്പം കൂടി വന്നു വരാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഗണപതി സങ്കല്പത്തിൽ വന്നിട്ട്. അത് ആ വേവ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ദൃശ്യാനുഭവമാണ് കൃത്യമായൊരു ഗണപതി എന്ന് പറയുന്നത്. അത് പഴയ മുനിമാര് അവര് ഒരുപാട് സ്ഥലത്ത് ഇത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മളൊന്ന് പറയുന്നുണ്ടെങ്കിലും പഴയ മുനിമാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അതിന്റെ തുടർച്ച നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമ്മൾ ഈ നാമരൂപ യന്ത്രമന്ത്രാദികൾ എന്ന് പറയും, മന്ത്രയന്ത്രാദികൾ എന്ന് പറയും. അപ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു നാമമാണ് കേൾക്കുന്നത്. ആ നാമം കേട്ട് കഴിയുമ്പോൾ അതിന്റെ രൂപം തെളിഞ്ഞു വരുന്നു. ആ രൂപത്തിന് തുല്യമായിട്ടുള്ള ഒരു മന്ത്രം, മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ കോഡിംഗ് ആണ്. ഇനി അതിന്റെ ഒരു വരയാണ്, ആ വരയാണ് യന്ത്രം എന്ന് പറയുന്നത്. ഈ 4 സാധനമാണ് ശരിക്കും പറഞ്ഞാല് അല്ലെ ഈ പറയുന്ന സംഭവം. അതെ അതെ. അപ്പൊ ഗണപതി എന്ന് പറയുന്നത് ഇപ്പൊ മാത്രമല്ല മനുഷ്യന് ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു രൂപം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിടിയില്ല. നമ്മുടെ ചുറ്റാകെ ഇത്രയും ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾക്കെല്ലാം ഈ പ്രത്യേകമായ ഫോർമാറ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് യാതൊരു ധാരണയില്ല. നമ്മൾ ഈ സൈഗോട്ട് തന്നെ ഇങ്ങനെ ഈ ഡെവലപ്പ് ചെയ്ത് സിമെട്രിക്കലായിട്ട് ഇത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരവില്ല. നമ്മൾ ഒരു സെല്ലിൽ നിന്നാണ് ഇത്രയും ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു മെഷീൻ ഒരിക്കലും അങ്ങനെ വരാൻ പറ്റില്ല. അതിന് വിയർ ആൻഡ് ടിയർ വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒന്നിൽ നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് പക്ഷെ നമ്മുടെ ഒരു കൈ മാത്രം വളർന്നു പോകുന്നില്ല അല്ലെ. നമുക്കൊരു സിമ്മട്രി, കൃത്യമായ സിമ്മട്രി ഉണ്ട്. അതിനാണ് നമ്മളൊരു ഈശ്വരീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കും. പക്ഷേ നമ്മുടെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു വൈബ്രേഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ കൺസീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സിലായിരിക്കും അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള രൂപങ്ങളിലായിരിക്കും. നമ്മള് ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ തന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നത്, ഞങ്ങൾ ഈ വിഷയം പറയാറുണ്ട്. അതായത് ഇപ്പൊ ഒരു സൈക്കോട്ട്, സിംഗിൾ സൈക്കോട്ട്, ഡയറക്റ്റ് ടു കംപ്ലീറ്റ് ഹ്യൂമൻ, അല്ലെങ്കിൽ ഒരു ഏതാണോ കോഴിയാണെങ്കിൽ കോഴി, അങ്ങനെ വരുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളിതിൽ നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി നമുക്ക് ഈശ്വരീയത അല്ലെങ്കിൽ നമുക്കിതൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമുക്കിതിൽ കണ്ടന്റ് ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകളും വിദേശ രാജ്യങ്ങളും കൂടി ഒരുപാട് പരീക്ഷണം നടത്തുന്ന വിഭാഗമാണ് ട്രാൻസ്ഫേഴ്സ് വെച്ചത്. അപ്പൊ നമ്മൾ പറയുന്നത് ഈശ്വരീയത എന്ന് പറയുന്നത് ഏകം എന്നുള്ള വാക്കാണെങ്കിൽ തന്നെ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് വൈബ്രേഷൻസ് പറയുന്നത്. അപ്പൊ ആ ഒരു വൈബ്രേഷൻ ഒരു ഭാഗമാണ് ശരിക്കും ഗുരുത്വാകർഷണം പറയുന്നത്. അത് നമുക്ക് സയൻസിൽ പെട്ടു. കാരണം അതിനൊരു അനുഭവം നമുക്കുണ്ട്. കാരണം നമ്മൾ ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ നിലത്തേക്ക് എത്തുന്നുണ്ട്. ആ അനുഭവങ്ങളാണ്. മറ്റൊന്ന് നമുക്ക് റിയൽ അനുഭവത്തിലേക്ക് വരാത്തതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഇത്തരം ഫോഴ്സുകളെ കുറിച്ച് നമുക്ക് ധാരണയില്ലാതെ പോയത്. അപ്പോൾ ഓൾറെഡി ഈ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ്, അതായത് നമ്മൾ പ്രകൃതിയിലുള്ള ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് സൈക്കോട്ടിലൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വൈബ്രേഷൻ എന്താണ്? ആ വൈബ്രേഷനിലാണ് ഈ സൈക്കോട്ട് ഡയറക്റ്റ് ഇത്ര ഇത് വരുന്നത്. അപ്പൊ ഒരു കോഴിക്കുഞ്ഞിലേക്ക് വരുന്ന വൈബ്രേഷൻ വ്യത്യാസം, ഹ്യൂമനിലേക്ക് വരുന്ന വൈബ്രേഷൻ വ്യത്യാസം തീർത്തും വ്യത്യാസമാണ്. അതും നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല. അപ്പൊ ആ വൈബ്രേഷൻ എന്താണ്? ആ വൈബ്രേഷൻ ഇതുവരെ ഈ ഹ്യൂമൻ എംബ്രിയോ പല ജീവികളുടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രാൻസ്പേഴ്സണൽ ഈ വൈബ്രേഷൻസിലാണ് ചേഞ്ചുകൾ മുഴുവൻ വരുന്നത്. അപ്പൊ അതിന്റെ റൂട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് അതൊരു ചെറിയ രീതിയിൽ നമ്മൾ പൊതുവെ ആളുകൾക്ക് മനസ്സിലാവാൻ പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ബൈക്ക് ഓടിക്കുന്ന ആളെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ബൈക്ക് സ്റ്റാർട്ട് ആവുന്നു, കീ തിരിയുന്നു, റണ്ണിങ് ചെയ്യുന്നു. ഈ ഓട്ടോമാറ്റിസം മാത്രമാണ് ഗൈനക്കോളജിയിലും മറ്റുള്ള കാര്യങ്ങളും അവർ പ്രതിപാദിച്ച് പോകുന്നത്. കാരണം അവർക്ക് അതേ കാണുന്നുള്ളൂ, ഓടിക്കുന്ന ആളെ കാണുന്നില്ല. അപ്പൊ അത് എവിടെയാണ് നിൽക്കുന്നത്? അതിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് എത്രത്തോളം തിരിച്ചറിയാൻ പറ്റും. അവിടെയാണ് ഈ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയൊരു കാര്യമാണ് പറയുന്നത്. കാരണം വെച്ചാൽ ആ നിമിഷത്തില് നമുക്ക്
അപ്പൊ അങ്ങയുടെ ശരീരത്തിൽ സെൽസ് ഉണ്ട്, എന്റെ ശരീരത്തിൽ സെൽസ് ഉണ്ട്. അങ്ങയുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട്, എന്റെ ബോഡിയിൽ ബ്ലഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡിഫറെന്റ് ആണ്. അങ്ങേക്ക് ഒരിക്കലും ഞാനാവാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും അങ്ങാവാൻ പറ്റില്ല. അപ്പൊ അങ്ങയെ അങ്ങാക്കുന്ന ഒരു പ്രത്യേകതയും എന്നെ ഞാനാക്കുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് ഈ നമ്മുടെ ഹോപ്കിൻസ് എന്നൊരു പോയറ്റ് ഉണ്ടായിരുന്നു, ജെറാർഡ് മാൻലി ഹോപ്കിൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് ഇൻസ്കേപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ടോട്ടാലിറ്റിക്ക് അതിനെ അത് മാത്രമാക്കി മാറ്റുന്ന ഒരു പ്രത്യേകത. അതായത് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് ആസ്പെക്ട് ഓഫ് സംതിങ് ദാറ്റ് മേക്സ് സംതിങ് സംതിങ്. അതായത് ഒരു വസ്തുവിനെ അത് മാത്രമാക്കുന്ന അതിൻ്റെതായ ഒരു പ്രത്യേകത. അപ്പൊ അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, അതിനെ അദ്ദേഹം സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ അങ്ങ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഫോർമേഷൻ ഇങ്ങനെ നടന്നു വരുന്നു, പക്ഷെ ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ അവിടെ വന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള എനർജി അവിടെ സ്വീകരിക്കുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ എനർജി മാറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാൾ അങ്ങനെ ആയി വരുന്നതിന് കാരണം മറ്റൊന്നുമല്ല, എനർജി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ അല്ലെ, അതല്ലേ പറഞ്ഞു വരുന്നത്. അതിന്റെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ. അപ്പൊ അതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ഫീൽഡിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്. അതിലാണ് നമുക്ക് എനിക്ക് PhD കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ അത് എന്റേത് മാത്രമാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങളും കൂടെ ആരും എത്തിയിട്ടില്ല. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു പ്രദേശത്ത് തൊട്ടടുത്ത് ഒരു പ്ലാവും മാവും നട്ടു, രണ്ട് വൃക്ഷങ്ങളായിട്ട് നട്ടു. പ്ലാവ് റിസീവ് ചെയ്യുന്ന വൈബ്രേഷനും അതുപോലെ നമ്മൾ പറഞ്ഞ മാവ് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഒന്നാണോ എന്നൊരു ചോദ്യം വരും. ആ പ്രദേശത്ത് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വൈബ്രേഷനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് ഈ പറഞ്ഞ പ്ലാവിനും മാവിനും ഉണ്ട്. അതാണ് പ്രത്യേകത. അപ്പൊ അത് എവിടെയാണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറയും ഈ വൈബ്രേഷൻ വരുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് ചേഞ്ച് ആവുന്നത്. ഇപ്പൊ താങ്കളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു താങ്കളിലും എന്നിലും ഇപ്പൊ ഫിസിക്കലായിട്ടും വ്യത്യാസമുണ്ട്. പക്ഷെ താങ്കളിലും എന്നിലും എന്താണ് വ്യത്യാസം? ആക്ച്വലി എന്താണ് വ്യത്യാസം? ഇപ്പൊ നമ്മൾ പറയുമ്പോ നമുക്ക് പറയാം ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല, അതില്ല. പക്ഷെ എന്താണ് വ്യത്യാസം? അതിനറിയാനുള്ള ഒരു വിഭാഗം കൂടി ട്രാൻസ്പേഴ്സണിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മൾ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു സൂക്ഷ്മ ശരീരം എന്ന് പറയും. അത് നമുക്കൊരു സൂക്ഷ്മ ശരീരം ഉണ്ട്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും നമ്മളെ ഓറ സെൻസിങ് എന്നുള്ള രീതിക്ക് മാത്രം നിൽക്കുന്ന ഒരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് പറയുന്നത് അതിപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി അതിന്റെ അത്രയും ഫോർമേഷൻസ് വന്നുള്ളൂ. നമ്മൾ ഈ ഓറ എന്ന് പറയുന്നതിനെ കണ്ടമാനം ക്രിറ്റിസിസത്തിൽ വരുന്ന ഒരു കാര്യം. ശരിക്കും ഓറ എന്താണ്, അല്ലെങ്കിൽ ഈ ശരിക്കും സ്പിരിച്വൽ ബോഡി എവിടെയാണ് നിൽക്കുന്നത്, അതിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് മെഷർ ചെയ്യാവുന്ന രീതിയിലേക്ക് ഇപ്പൊ ട്രാൻസ്പേഴ്സണൽ ഫീൽഡൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനെ കുറിച്ച്.